ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോൺക്രീറ്റിന് മുമ്പേ ഉള്ള ഇലക്ട്രിക്കലിൻ്റെ PVC കോൺഡ്യൂട്ടിംഗ് ആണ്. അപ്പോൾ ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കോൺക്രീറ്റിൻ്റെയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. കമ്പിയൊക്കെ ഇരിച്ച് റെഡി ആയിട്ടുണ്ട്. നാളെയാണ് കോൺക്രീറ്റ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കോൺഡ്യൂട്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കോൺഡ്യൂട്ടിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഒരു സെമിനാരിൻ്റെ വർക്കിലാണ്. കണ്ണൂരുള്ളൊരു സെമിനാരിൻ്റെ ഒരു വർക്കിലാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫാനിന് വേണ്ടിയിട്ട് ഹുക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫാൻ ഹുക്ക്, റെഡിമെയ്ഡ് ഫാൻ ഹുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഫാൻ ഹുക്ക്. ഇവിടെ നമ്മൾ ഈ പോയിൻ്റ് വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് അതേപോലെ ജംഗ്ഷൻ ബോക്സ് ഒന്നും വെച്ചിട്ടില്ല. കാരണം ഇത് ലാസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ലീക്കിൻ്റെ പ്രശ്നമൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ ഹുക്ക് മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് വരുന്നത് ഒരു ഡൈനിങ് ഹാളാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അപ്പോൾ ഒരു ഏരിയയിൽ ഫാനിന് വേണ്ടിയിട്ട് 8 ഫാന്, ഈ ഒരു സൈഡിൽ 4, അതുപോലെ ഈ ഒരു സൈഡിൽ 4, അങ്ങനെ ടോട്ടൽ 8 ഫാനാണ് ഇവിടെ ഉള്ളത്. അതിന് ഹുക്ക് മാത്രമാണ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ആക്കിയിട്ടുള്ളത്. ബാക്കി ഈ നമ്മൾ പോയിൻ്റ് വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ അടിക്കുക എന്നൊരു പ്ലാനിങ്ങിലാണ് ഉള്ളത്. ഈ ഒരു സെക്ഷൻ ഇങ്ങനെ വരുന്നത്. ഇനി തൊട്ടപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാർ പോർച്ച്, അതുപോലെ ഒരു റിസപ്ഷൻ സൈഡ്, അങ്ങനെയുള്ളൊരു സൈഡൊക്കെയാണ്. അവിടെ നമ്മൾ ഫാനിനും അതുപോലെ ലൈറ്റിനും ഒക്കെ കോൺഡ്യൂട്ടിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രോപ്പ് ഇറക്കിയിട്ടുണ്ട് ചുമരിലേക്ക്, സ്വിച്ച് ബോർഡിലേക്ക് നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കോൺഡ്യൂട്ടിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാനിന് ഹുക്കും വെച്ചിട്ടുണ്ട്. ഡ്രോപ്പ് ഇവിടെ ഒരു ചുമര് വരുന്നുണ്ട്, വാൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഡ്ജിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ പോയിന്റ്, അതിൻ്റെ സ്വിച്ച് ഇവിടെ കൺട്രോൾ ഈ ഒരു സൈഡിലാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടത്തേക്ക് ഡ്രോപ്പ് ഇറക്കിയിട്ടുണ്ട്. 2 സൈഡിൽ നിന്നുള്ളത്. ഈ ഒരു സൈഡിൽ വരുന്നതാണ് കാർ പോർച്ച്. കാർ പോർച്ചിൽ നമ്മൾ ടോട്ടൽ 4 ലൈറ്റ് പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സെൻറ്ററിൽ ഒരു പോയിന്റും, സെൻറ്ററിൽ സ്പെയറാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടാണുള്ളത്. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കുക എന്നുള്ള രീതിയിൽ സെൻറ്ററിൽ വല്ല അലങ്കാര ലൈറ്റുകളോ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ആയിട്ട് പിന്നീട് പറയാറുണ്ട്. എല്ലാ സൈറ്റിലും അങ്ങനെ അവസ്ഥ ഉണ്ടാവില്ല. ഫസ്റ്റ് നമ്മളൊരു പറയും അവിടെ പോയിന്റ് വേണ്ട, പോയിൻ്റെല്ലാം കുറക്കുക എന്നുള്ള രീതിയിൽ. ലാസ്റ്റിക്കെല്ലാം വരുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് പോയിന്റുകൾ വേണം, അലങ്കാര ലൈറ്റുകൾ വേണം. അപ്പോൾ ഒരു ഫ്യൂച്ചറിലേക്ക് ആക്കിയിട്ട് ഒരു പോയിന്റ് അവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പോയിന്റ് ഈ ഇതായിരിക്കും വേണമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വാളിറ്റി ഉള്ള പൈപ്പ് ഉപയോഗിക്കണം. നല്ല ഹെവി ക്വാളിറ്റി ഉള്ള പൈപ്പ്, അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സമയത്ത് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ ഇവിടെ ഫാൻ ഹുക്ക്, റെഡിമെയ്ഡ് ഫാൻ ഹുക്ക് കിട്ടും. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് താഴേക്ക് എടുക്കുന്ന രീതിയിൽ നല്ല ഫാൻ ഹുക്ക് വാങ്ങുക. അതുപോലെ മെറ്റീരിയലൊക്കെ നല്ലത് വാങ്ങുക. ജംഗ്ഷൻ ബോക്സ്, ഡീപ്പ് ജംഗ്ഷൻ ബോക്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുതന്നെ നിങ്ങൾ വാങ്ങണം. യൂസ് ചെയ്യുന്നവരൊക്കെ അതുതന്നെ യൂസ് ചെയ്യണം. അതുപോലെ ഈ കോൺഡ്യൂട്ടിങ്ങിനെ പറ്റിയുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാര്യപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. നമ്മളെ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പറയാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.